അസമിൽ അനധികൃത കുടിയേറ്റം എന്ന പേരിൽ ആയിരക്കണക്കിന് വീടുകൾ ഇടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച പ്രേക്ഷകർ ഈ ദിവസങ്ങളിൽ മീഡിയ വണിലൂടെ കണ്ടിരിക്കുമല്ലോ. വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്ന ബംഗാളി സംസാരിക്കുന്നവരുടെ കുടിലുകളാണ് ഇങ്ങനെ തകർക്കുകയും അവരെ പെരുവഴിയിലാക്കുകയും ചെയ്യുന്നത്. ചെറുത്തു നിന്ന പാവപ്പെട്ട മനുഷ്യർക്ക് നേരെ വെടിയുതിർക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു. ഈ വാർത്തയെക്കുറിച്ച് ദേശീയ തലത്തിലും കേരളത്തിലും ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ എഡിറ്റേഴ്സ് ടേക്കിൻ്റെ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് അസമിലെ മാത്രം പ്രശ്നമല്ല, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വലിയ പദ്ധതികളെക്കുറിച്ചാണ്. സംഘപരിവാർ ബംഗാളി മുസ്ലിങ്ങളെ മുൻനിർത്തി നടപ്പാക്കാൻ പോകുന്ന ഗ്രാൻഡ് പൊളിറ്റിക്കൽ ഡിസൈൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ജീവിതമാർഗം തേടി നമ്മുടെ നാട്ടിലെത്തുന്ന ഇതര സംസ്ഥാനക്കാരെ ബംഗാളികളെന്ന് വിളിക്കുന്ന ഒരു പൊതുശീലം നമുക്ക് പണ്ടേ ഉണ്ട്. അതിന് കാരണം അവരിൽ നല്ലൊരു പങ്ക് ബംഗാളി സംസാരിക്കുന്നവരാണ് എന്നതാണ്. സത്യത്തിൽ ഹിന്ദി സംസാരിക്കുന്നവരും ബംഗാളി സംസാരിക്കുന്നവരും രണ്ടും വശമുള്ളവരും അവരിലുണ്ട്. എന്നാൽ ബംഗാളി സംസാരിക്കുന്നവരെല്ലാം പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണെന്ന ധാരണയും നമ്മൾ വച്ചു പുലർത്താറുണ്ട്. സത്യം അതല്ല. വടക്കും കിഴക്കും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ബംഗാളി ഭാഷ മാതൃഭാഷയായിട്ടുള്ളവരുണ്ട്. ഒഡീഷ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത്, മധ്യപ്രദേശ് അങ്ങനെ. സ്വാതന്ത്ര്യത്തിന് മുൻപോ അതിനുശേഷമോ ഈ ഇടങ്ങളിൽ ജീവിതം വേരുപിടിപ്പിച്ചവർ, അതത് സംസ്ഥാനങ്ങളിൽ പൗരാവകാശങ്ങളും വോട്ടവകാശവും ഉള്ളവർ, മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൈഗ്രേഷൻ്റെ തോത് നോക്കിയാൽ ഇവിടങ്ങളിലും അത് സംഭവിച്ചേക്കാം. ഇന്ത്യയെപ്പോലെ വൈവിധ്യപൂർണമായ ജനപദങ്ങളുള്ള രാജ്യത്ത് ഈ കുടിയേറ്റങ്ങളും മറുകുടിയേറ്റങ്ങളും സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഇത് സംഘപരിവാറിനെ അത്യന്തം അലോസരപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളാണ്. ഇവിടെയെല്ലാം ബംഗാളി സംസാരിക്കുന്നവരെ വളഞ്ഞു പിടിക്കുകയാണ്. വ്യാപക റെയ്ഡുകളിലൂടെ ഒരു അന്വേഷണവും നടത്താതെ ഇവരെ മുഴുവൻ പിടിച്ച് കസ്റ്റഡിയിലാക്കി തടവിൽ വയ്ക്കുന്നു. തിരിച്ചറിയൽ രേഖകൾ പോലീസ് അംഗീകരിക്കാൻ വിസമ്മതിക്കുന്നു. ചിലരെ ബലം പ്രയോഗിച്ച് ബംഗ്ലാദേശിലേക്ക് കടത്തുന്നു. ഇതിനെല്ലാം ന്യായീകരണമായി പറയുന്നത് ഒറ്റ കാര്യം: ഇവരെല്ലാം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങളും പൗരാവകാശ സംഘടനകളും ജുഡീഷ്യറി തന്നെയും ഈ സംഘടിത തുടച്ചുനീക്കൽ ശ്രമങ്ങൾക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം ഒഡീഷ. ഈ ജൂൺ ജൂലൈ മാസങ്ങളിലായി 447 ബംഗാളി സംസാരിക്കുന്ന തൊഴിലാളികളെയാണ് ഒഡീഷ പോലീസ് റെയ്ഡ് നടത്തി പിടിച്ചത്. ജാർസുഗുഡ, ഖുർദ തുടങ്ങിയ ജില്ലകളിലായിരുന്നു റെയ്ഡ്. ഭിർഭും, മുർഷിദാബാദ്, സൗത്ത് 24 പർഗാനാസ് തുടങ്ങിയ ബംഗാളി ജില്ലകളിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേ തൊഴിൽ തേടിയെത്തി ഇവിടെ സ്ഥിര താമസമാക്കിയവരാണിവർ. ഇവരിൽ പലരെയും രാഷ്ട്രീയ നിയമസമ്മർദ്ദങ്ങളുടെ ഫലമായി വിട്ടയച്ചെങ്കിലും ഇപ്പോഴും ഒട്ടേറെ പേർ കസ്റ്റഡിയിലാണ്. ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ആധാറും വോട്ടേഴ്സ് ID-യും ഒക്കെ കാണിച്ചിട്ടും അംഗീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. ജനന സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെയാണ് ചോദിക്കുന്നത്. ചെറുപ്രായത്തിലെ, ഏതാണ്ട് കൗമാരത്തിൽ തന്നെ ഇവിടെ എത്തി ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്ന അവർക്ക് എങ്ങനെയാണ് ജനന സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ എത്തിക്കാൻ കഴിയുക? ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ മുഖ്യധാരാ പത്രങ്ങളിൽ തന്നെ ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നതാണ്. ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ കൊണ്ടാഗവോണിൽ ബംഗാളി സംസാരിക്കുന്ന 9 നിർമ്മാണ തൊഴിലാളികളെ ഒരു സ്കൂൾ നിർമ്മാണ സൈറ്റിൽ നിന്ന് പിടിച്ച് ബന്ധുക്കളെപ്പോലും അറിയിക്കാതെ, രേഖകൾ അംഗീകരിക്കാതെ, നിയമസഹായം തേടാൻ അനുവദിക്കാതെ ബലം പ്രയോഗിച്ച് ബസ്സിൽ കയറ്റി ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചു. ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്ത ഈ വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് MP മെഹുവ മൊയ്ത്ര അതിശക്തമായാണ് ഇടപെട്ടത്. ഇപ്പോഴത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡായ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് പോലീസിന്റെ മറുപടി. മഹാരാഷ്ട്രയിലാകട്ടെ, ബംഗാളിലെ ദലിത് ന്യൂനപക്ഷ മതവിഭാഗമായ മതുവ സമുദായത്തിൽപ്പെട്ടവരെയാണ് പോലീസ് ലക്ഷ്യം വെച്ചത്. ഈ സമുദായത്തിൽപ്പെട്ട ധാരാളം പേരെ തിരിച്ചറിയൽ രേഖകളൊന്നും വകവയ്ക്കാതെ പോലീസ് അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് തടവിലാക്കി. ഇവരിൽ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ബസന്ത് കുഞ്ചിലെ ജയ് ഹിന്ദ് കോളനിയിൽ നൂറുകണക്കിന് ബംഗാളി സംസാരിക്കുന്ന മനുഷ്യർ ഏതോ കാലം മുതൽക്കേ ജീവിച്ചു വരികയാണ്. ഇവിടെയും
ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ഇലക്ട്രിസിറ്റി വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കുകയും ചെയ്തു. ഇതിനെതിരെ തൃണമൂൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ നടന്നു. തൊട്ടടുത്ത ഗുരുഗ്രാമിൽ അസമിൽ നിന്നുള്ള 26 ബംഗാളി സംസാരിക്കുന്ന തൊഴിലാളികളെ കൂട്ടത്തോടെ തടവിലാക്കുകയും 2 ദിവസം ചോദ്യമുനയിൽ നിർത്തുകയും ചെയ്തു. പിന്നീട് ഇവരെ വിട്ടയക്കേണ്ടി വന്നു. ഇതേ പാറ്റേണാണ് ഗുജറാത്തിലും മധ്യപ്രദേശിലും തുടർന്നത്. പൗരാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം ഇത് കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്ന നിർദ്ദേശത്തെ തുടർന്ന് BJP ഭരണത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുകയാണ് എന്നതാണ്. നിയമപരിശോധനയില്ലാതെയും നിയമസഹായത്തിന് വഴി നൽകാതെയും ഏതാണ്ട് 2000 മനുഷ്യരെ ഇന്തോ ബംഗ്ലാദേശ് അതിർത്തി വഴി കടത്തിവിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന 21ാം അനുച്ഛേദത്തിൻ്റെ പച്ചയായ ലംഘനമാണ്. ഒപ്പം രാജ്യാന്തര മനുഷ്യാവകാശ നിയമത്തോടുള്ള ഇന്ത്യയുടെ കടപ്പാടിൻ്റെ ലംഘനവും. നിയമയുദ്ധം മുതൽ ഭരണ നടപടികൾ വരെയുള്ള നീക്കങ്ങളിലൂടെ അടിയന്തരമായി തന്നെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പശ്ചിമ ബംഗാൾ സർക്കാർ ഇതിനോട് പ്രതികരിച്ചു എന്നതാണ് ശുഭകരമായ കാര്യം. അതിന് ശക്തമായ രാഷ്ട്രീയ കാരണങ്ങൾ മമതയ്ക്ക് ഉണ്ടെങ്കിലും കൽക്കത്ത ഹൈക്കോടതി ഇക്കഴിഞ്ഞ 17-ന് അതിശക്തമായ ഭാഷയിലാണ് കേന്ദ്ര സർക്കാരിനോടും BJP സർക്കാരുകളോടും ചില ചോദ്യങ്ങൾ ചോദിച്ചത്. ഇപ്പോഴത്തെ ഈ രാജ്യവ്യാപകമായ പെട്ടെന്നുള്ള റെയ്ഡുകളുടെ കാരണം എന്താണ്? ഇത് നേരത്തെ പ്ലാൻ ചെയ്തതാണോ? എന്ത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന? ഈ സർക്കാരുകളുടെ നടപടികൾ തെറ്റായ സന്ദേശം നൽകുമെന്നും ജസ്റ്റിസുമാരായ താപബ്രത ചക്രവർത്തിയും റീതോബ്രോതോ കുമാർ മിത്രയും ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ മുൻ ലോക്സഭാ കക്ഷി നേതാവായ അധിർ രഞ്ജൻ ചൗധരി ഈ വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയക്കുകയും ചെയ്തു. പക്ഷേ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. ബീഹാർ, ബംഗാൾ, അസം സംസ്ഥാനങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അനധികൃത ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റമെന്ന ഭീതി പരത്തി ഹിന്ദു വോട്ട് ധ്രുവീകരിക്കുക, കാഴ്ചയിലും ഭാഷയിലും സമാനരായ ഇന്ത്യൻ ബംഗാളികളെയും അതിർത്തി വഴി കുടിയേറിയ ബംഗാളികളെയും കൂട്ടിക്കലർത്തി അവരെ അപരരാക്കി പുറത്താക്കുക, ദേശീയ അപരത്വവും മുസ്ലിം അപരത്വവും ബംഗാളി സ്വത്വത്തിന് മേൽ അടിച്ചേൽപ്പിക്കുക, അവർക്ക് വേണ്ടി വാദിക്കുന്ന മമതാ ബാനർജിക്ക് മേൽ മുസ്ലിം പ്രീണനം ആരോപിക്കുക. ഇതാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇതിന് ഇടയ്ക്ക് തന്നെ ബംഗാളി സ്വത്വത്തെ താലോലിച്ച് 4 വർത്തമാനം പറയാൻ പ്രധാനമന്ത്രി മറന്നതുമില്ല. അതായത് ബംഗാളി സ്വത്വത്തിലെ മുസ്ലിം സ്വത്വത്തെയാണ് തങ്ങൾ എതിർക്കുന്നത് എന്ന സന്ദേശം. മമതാ ബാനർജിയോ ഈ വിഷയത്തെ ബംഗാളി സ്വത്വത്തിന് നേർക്കുള്ള ആക്രമണമായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. ഭാഷയ്ക്കും ബംഗാളി ദേശീയതയ്ക്കും എതിരായി നിൽക്കുന്ന സംഘപരിവാറിനോട് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഞങ്ങൾ ഇനിയും കൂടുതൽ സമയം ബംഗാളി സംസാരിക്കും.